പിന്നെ ഞാനൊരിക്കൽ ഉസ്താദ് എന്നോട് മറ്റൊരിക്കൽ പറഞ്ഞ്, എടോ നീ എന്താ ഒരു കത്തൊന്നും അയക്കാത്ത, കുറേ കാലം നമ്മളായിട്ട് കത്തിടപാടൊന്നും ഇല്ലാത്ത, നീ എന്താ കത്തയക്കാത്ത കണക്കെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ സമയം എന്ത് സമയം, ഇനി എന്താ എനിക്കത് പാട്ടിൻ്റെ ഒരു കത്ത് എഴുതുമെന്ന് പറഞ്ഞു. എന്നെ കൊണ്ട് തന്നെ എഴുതി കത്തെഴുതി. കത്തയച്ചില്ലെങ്കിലും ഞാൻ ഓർത്തിരിക്കാറുണ്ട്, കണ്ണ് കൊണ്ടല്ലെങ്കിലും ഞാൻ കണ്ടുമുട്ടാറുണ്ട്, എത്തിടാറില്ല സമീപത്തെങ്കിലും ഞാനുണ്ട്, എൻ ഗുരുനാഥൻ്റെ ചാരത്തെന്ന് തോന്നാറുണ്ട്. എല്ലാവരും ഉറങ്ങാൻ കിടന്നിട്ട് ഉറക്കം തുടങ്ങിയിട്ടും മൂപ്പർ ഒരു വിളക്കും കത്തിച്ചിട്ട്, മണ്ണെണ്ണ, അന്ന് കറണ്ടൊന്നും വന്നിട്ടില്ല, മണ്ണെണ്ണ വിളക്കും കത്തിച്ചിട്ട് അരിയത്ത് വെച്ചിട്ട് ബദർ പാട്ട് എടുത്തിട്ട് പാടുന്ന. അപ്പം ഞാൻ ചെന്നപ്പോൾ എനക്കും കൂടി വിവരിച്ച് തന്നു, ഓരോ വരിയും പറഞ്ഞിട്ട്. വരി പാടുകയും വിവരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സ്വഭാവമുണ്ട്. ഈ അമ്മായിൻ്റെ ഈ സ്വഭാവം ഉണ്ടല്ലോ, ഈ സ്വഭാവത്തിനെ പറ്റി ഒരു പാട്ട് എഴുതണം. അത് എഴുതിയ പാതിരാവിൽ ബദർപട മുഴുവൻ പാടിത്തീർത്ത എൻ്റെ കാതിനിമ്പക്കവിതകൾ പാടിയ പൊന്നിച്ചാത്ത, നാദഭംഗിയിലുന്നത സ്ഥാനം നാട്ടുകാർക്കുണ്ടതിലഭിമാനം, മാദകത്വം തുളുമ്പുന്ന ഗാനം മാപ്പിളക്കവികൾക്കൊരു ദാനം, ബദറുൽ മുനീറും ഉഹദും കഥമാല കെസ്സുകൾ പലതും, കഥനക്കഥ കർബല പോലുള്ള ചിലതും പാതിരാവിൽ. ഖുർആനിലെ അവസാനത്തെ 29ാമത്തെ ജുസ് ഉണ്ടല്ലോ, 30ാമത്തെ ജുസ് എന്ന് പറയുക അമ്മ ജുസ്. ആ അമ്മ ജുസ് 37 സൂറത്തുകളുണ്ട്. കുല്ലൗദു ബിറബ്ബിൻ നാസ് വരെ 37 സൂറത്തുകളുണ്ട്. ആ 37 സൂറത്തുകളുടെയും പരിഭാഷ മാപ്പിളപ്പാട്ട് രൂപത്തിൽ എഴുതി. അതാണ് ഖുർആൻ നിശലുകൾ. ഇപ്പോഴുള്ള മാപ്പിളപ്പാട്ട് എന്ന് പറയുന്ന പാട്ടുകളെക്കുറിച്ച് ഞാൻ പറയാറ് മാപ്പില്ലാപ്പാട്ട് എന്നാണ്. മാപ്പിളപ്പാട്ടല്ല, മാപ്പില്ലാപ്പാട്ട് ആണ്. പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ, ഓരോ സൃഷ്ടിക്കും, ഓരോ സാഹിത്യ സൃഷ്ടിക്കും അതിൻ്റേതായ നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ പാലിച്ചാലേ അതായിത്തീരുന്നുള്ളൂ. പഴയ കാലത്ത് പറയാറ് മാപ്പിളപ്പാട്ട് കെട്ടുവന്ന, പാട്ട് കെട്ടുവന്ന് ഞാൻ പറയാം. അതെന്താ കാരണം എന്നറിയാം? കെട്ടുമെന്ന് പറയാൻ കാരണം, 2 വരി ശരിയാക്കിയതിന് ശേഷം ആ 2 വരി എടുത്തിട്ട് 3ാമത്തെ വരിയുമ്പോൾ കെട്ടണം. കീശയിൽ നിന്നൊരു കടലാസ് എടുത്തിട്ട് പെന്നും എടുത്ത് ഞാനങ്ങ് എഴുത്തു തുടങ്ങി. പുതുക്കൂൽ എന്നാണ് അടുത്ത പേര്, വീട്ടുപേര്. ഞാൻ എഴുതി, പുതുക്കൂൽ തറവാട്ടിൻ്റെ നാഥ, പുതുപൂത്തൻ ഷിഹാബിൻ്റെ സാധ. ഷിഹാബ് കുട്ടീൻ്റെ പേരാ. കഥ കേട്ടറിയാൻ കൊതിയില്ലേ, കനിവൂറി വരും കരളില്ലേ. 4ാമത്തേലും വന്ന് ഇങ്ങനെ 4 വരികളിൽ തുടർച്ചയായിട്ട് ഈ ദ്വിതീയാക്ഷരം വരണം. എന്നിട്ട് 4 വരി എവിടെയാണോ അവസാനിക്കുന്നത് അതിൻ്റെ അവസാനത്തെ കഷ്ണം എടുത്തിട്ട് വേണം 5ാമത്തെ വരി തുടങ്ങാൻ. പിന്നെ ഇവിടെ ഉദാഹരണത്തിന് കറിയാതിരിക്കാൻ കഴിഞ്ഞില്ല എന്നാൽ 4ാമത്തെ വരി അവസാനിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞില്ല എന്ന് കൊണ്ട് തുടങ്ങണം. ഇനി കഴിഞ്ഞില്ല ഒരു കുഞ്ഞിൻ്റെ ജന്മം, കണ്ണ് കുളിർക്കുന്ന രംഗം. ഏകദേശം എത്ര പാട്ടുകൾ അലി മാഷ് എഴുതിയിട്ടുണ്ടാവും? 1500 ഇത് കുറയാൻ പറ്റൂല, 1500എങ്കിലും ഉണ്ടാവും. കാഴ്ചക്കുറവ് എനിക്ക് ജന്മനാ ഉള്ള ഒരു അവസ്ഥയാണ്. ഉന്തുവണ്ടിയിൽ ഒരു ചുറ്റുവാൻ വിധിച്ചിടല്ലേ, ഉള്ളറിയും തമ്പുരാനെ കൈവെടിഞ്ഞിടല്ലേ. അസ്സലാമു അലൈക്കും. റേഡിയോ ഇസ്ലാം ഗസ്റ്റ് റൂമിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മോട് സംസാരിക്കുന്നത് അലി കണ്ണോത്ത്. കോഴിക്കോട് ജില്ലയിലെ കുറ്റ്യാടിക്കടുത്ത് ദേവർകോവിലിൽ വിശ്രമ ജീവിതം നയിക്കുന്ന അലി കണ്ണോത്തിനെയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത്. അലിമാഷയുടെ കുട്ടിക്കാലം മുതലുള്ള സംഭവങ്ങൾ ആണ് നമ്മൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പോഴാണ് അലിമാഷയുടെ ജനനം 1948 ഞാൻ കേട്ടിട്ടുണ്ട്. സ്വാതന്ത്ര്യം കിട്ടി 1 വർഷത്തിന് ശേഷമാണ് അലിമാഷ് ജനിച്ചത്. അത് നിങ്ങളുടെ കുട്ടിക്കാലം ഒന്ന് വിവരിക്കാമോ? ഞാൻ
കണ്ണോത്ത് കുഞ്ഞമ്മദ് ഹാജി കുഞ്ഞാമി ദമ്പതികളുടെ മകനാണ്. 1948 ഞാൻ ജനിക്കുന്നത്. കുറ്റ്യാടിയിലാണ് ജനനം. പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം ഞാൻ പള്ളി ദർസിൽ പഠിക്കാൻ പോയി. അന്ന് എനിക്കൊരു 15-16 വയസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പഠിക്കാൻ പോയപ്പോൾ അവിടെ വെച്ച് ഞാൻ കുറച്ച് മതപഠനങ്ങളും കൂട്ടത്തിൽ കുറേ അറബി ഭാഷയൊക്കെ പഠിച്ചു. അതിനിടക്കാണ് എന്നെ ഈ സംഗീതം വല്ലാതെ ആകർഷിച്ച്. എവിടെ നിന്നെങ്കിലും ഒരു സംഗീതം ഒരു പാട്ട് കേട്ടാൽ ഞാൻ അവിടെ നിൽക്കും. എത്ര ധൃതിപ്പിടിച്ച് പോകേണ്ട ഇതാണെങ്കിലും ഞാനവിടെ നിന്നിട്ട് പാട്ട് മുഴുവൻ തീർന്നിട്ടേ പോകാറുള്ളൂ. അങ്ങനെയുള്ളൊരു ഹരം എനിക്ക് ചെറുപ്പം മുതലൊക്കെ ഉണ്ടായിരുന്നു. പള്ളി ദർസിലാണ് അലിമാഷ് പഠിച്ചതെന്ന് തുടക്കം കുറിച്ചതെന്ന് കേട്ടു. എവിടെയായിരുന്നു പള്ളി ദർസ്? പള്ളി ദർസ് വാണിമേലായിരുന്നു. പിന്നെ മദ്രസ വിദ്യാഭ്യാസവും സ്കൂൾ അത്യാവശ്യമുള്ള ഇത് കഴിഞ്ഞതിന് ശേഷമാണ് വാണിമേലൊക്കെ പോയത്. അങ്ങനെ അവിടെ താമസിച്ച് വരുമ്പോൾ ഒരു സാഹിത്യ സമാജ രൂപീകരണം നടന്നു. ഞങ്ങളുടെ ഉസ്താദ് ഞങ്ങൾക്ക് പ്രസംഗ പരിശീലനം ഉണ്ടാവണം എന്ന ലക്ഷ്യത്തിലൂടെ ഒരു പ്രസംഗ പരിശീലന ക്ലാസ് ആരംഭിക്കാൻ പറഞ്ഞു. വാണിമേലെ പള്ളി ദർസിൽ. അങ്ങനെ ക്ലാസ് ആരംഭിച്ചു. ആ ക്ലാസ്സിൽ ആദ്യമായി എനിക്കൊരാശയം തോന്നി. ഒരു പാട്ട് എൻ്റെ വകയായി എഴുതി പാടണം. എനിക്ക് പാട്ട് എഴുതാനൊന്നും അറിയില്ല. അതിൻ്റെ മുമ്പേ ആ പാട്ട് എഴുതിയിട്ടുമില്ല. എന്നാലും എനിക്കൊരാഗ്രഹം. അവിടെയുള്ള ചില ആളുകളൊക്കെ പാട്ട് എഴുതുന്നതായി എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എനിക്കും എഴുതാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനങ്ങ് തയ്യാറെടുത്തു. പള്ളി ദർസിലെ വിദ്യാർത്ഥികളാണ് പാട്ട് എഴുതാറുള്ളത്? അല്ല, നാട്ടുകാരായ ആളുകൾ, വാണിമേലുള്ള നാട്ടുകാരായ ചില അധ്യാപകരും മറ്റുമൊക്കെ. അങ്ങനെ ഈ സമാജ ഉദ്ഘാടനത്തിന് ആ നാട്ടിലുള്ള ഒരു പ്രമുഖ വ്യക്തിയെ, ഒരു സാഹിത്യകാരനോ എഴുത്തുകാരനോ ഒക്കെ ആയിരുന്ന ഒരു കുഞ്ഞമ്മദ് കുട്ടി മാഷ്, അദ്ദേഹത്തിന് അധ്യക്ഷനായി ഞാൻ ക്ഷണിച്ചു, ഉദ്ഘാടകനായിട്ട് ക്ഷണിച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മുന്നിലാണ് ഞാൻ ഈ പാട്ട് പാടുന്നത്. ഏതാണ് ആ പാട്ട്? ആ പാട്ട് എൻ്റെ ഓർമ്മയുള്ള വരികൾ മാത്രം പറയാം. സാഹിത്യരംഗത്ത് ശോഭിച്ച് സാമൂഹ്യ സേവകരാകണ്ടേ നമുക്ക്, സാഹചര്യത്തിന് ക്ഷണം സ്വീകരിക്കുവാൻ സന്നദ്ധരാകണ്ടേ എന്നാണ് തുടങ്ങുന്നത്. ബാക്കി എനിക്ക് കൃത്യമായ ഓർമ്മയില്ല. ഒരു അരനൂറ്റാണ്ട് മുമ്പാണ് ഇപ്പോൾ പറയുന്നത്. അതെ. അപ്പോൾ ഈ പാട്ട് കേട്ടപ്പോൾ ഉദ്ഘാടകനായ കുഞ്ഞമ്മദ് കുട്ടി മാഷ് വളരെയധികം പുകഴ്ത്തി എന്നെ, വല്ലാതെ ഉയർത്തി. എന്നിട്ട് എന്നോട് എനിക്ക് തോന്നി ഞാൻ അങ്ങ് ആകാശത്തിലോളം എത്തിപ്പോയിട്ടുണ്ട് എന്ന് തോന്നുന്ന തരത്തിൽ അല്ലാതെ പൊക്കി. അങ്ങനെ അലി ജീവിതത്തിൽ ആദ്യമായി എഴുതിയ ഒരു ഗാനം വളരെ ഗംഭീരമായിട്ടുണ്ട്, ഇനിയും തുടരണം, പാടണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ നിർദ്ദേശങ്ങളൊക്കെ തന്നെ. ആദ്യമായി എഴുതി തന്നെ പാടി. അത് തന്നെ പാടിയാ പള്ളി ദർസിലെ സാഹിത്യ സമാജത്തിൽ പാടി കുറിച്ചു. അതെ, അങ്ങനെ കുറിച്ച്. അങ്ങനെ ഈ കുഞ്ഞമ്മദ് കുട്ടി മാസ്റ്ററുടെ ഈ പ്രോത്സാഹനം എന്നെ വല്ലാതെ ശക്തിപ്പെടുത്തി. അതാണ് എൻ്റെ മുന്നോട്ടുള്ള പോക്കിന് ഒരു കാരണം. എത്രാമത്തെ വയസ്സിലാണ് അത് കൃത്യമായിട്ട് പറഞ്ഞുവിടെങ്കിലും 20 വയസ്സിന് മുമ്പാണ്. ഇപ്പോൾ അലിമാഷക്ക് 77 വയസ്സായി. ഇത് 1960 അവസാനത്തിലാണെന്നാണ് എൻ്റെ ഓർമ്മ. അക്കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള കലാസാഹിത്യ പ്രവർത്തനങ്ങൾ പള്ളി ദർസിൽ നടത്തുക എന്ന് പറഞ്ഞാൽ അത്ഭുതമല്ലേ? ഇല്ല, അത് അത്ഭുതമാണ്. പള്ളി ദർസിൽ ഉണ്ടാവാറില്ല. മാത്രമല്ല, ഒരു സുന്നി ചിന്തകനായ ആളാണ് ഉസ്താദ്. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കുറച്ച് പുരോഗമനം ഉള്ളതുകൊണ്ട് പ്രസംഗിപ്പിക്കണം എന്നൊക്കെ അറിയാവുന്നത് മനസ്സിലാക്കിയത് കൊണ്ട്
അദ്ദേഹം എടുത്ത പണിയാണ് ഈ സമാജ രൂപീകരണം. അങ്ങനെ കവി, കുഞ്ഞ് എഴുത്തുകാരൻ, ആ, ആ, മാപ്പിള സാഹിത്യകാരൻ, ആ, അധ്യാപകൻ ആ, എന്നുള്ള രംഗങ്ങളിലെല്ലാം ശോഭിച്ച വ്യക്തിയാണ് അലി മാഷ്. ആ, അതെ. പിന്നെ അതിനുശേഷം അധ്യാപന ജീവിതത്തിലേക്ക് എപ്പോഴാണ് വരുന്നത്? ആ അത് 1972 ഞാനൊരു അധ്യാപകനായി സ്കൂളിലേക്ക് കയറുന്നത്. ഞാൻ അറബി അറബി അധ്യാപകനായിട്ടാണോ? അറബി അറബി ഭാഷ അറബി പരീക്ഷ കഴിഞ്ഞു, പഠിച്ചു. അങ്ങനെ കച്ചേരി UP സ്കൂൾ എന്ന ഒരു സ്കൂളുണ്ട് എടച്ചേരി പഞ്ചായത്തിൽ. അവിടുത്തെ മാനേജറെ പോയി സംഗതിയൊക്കെ പറഞ്ഞ് അല്പം പൈസയൊക്കെ കൊടുത്ത് അങ്ങനെ അയാളെന്ന അധ്യാപകനായി അവിടെ നിശ്ചയിച്ചു. നാദാപുരത്ത്. നാദാപുരം നാദാപുരം സബ് ജില്ലയിൽ എടച്ചേരി പഞ്ചായത്തിൽ. കച്ചേരി UP സ്കൂൾ. അതെ. ആ അങ്ങനെ അവിടെ വെച്ചും ഞാൻ പാട്ട് എഴുതി തുടങ്ങി. സ്കൂളിനെ പറ്റിയും കുട്ടികളെ പറ്റിയും ടീച്ചർമാരെ പറ്റിയും ഒക്കെ പാട്ട് എഴുതി തുടങ്ങി. മാപ്പിളപ്പാട്ടുകളാണോ എഴുതിയത്? ഓ, മാപ്പിളപ്പാട്ടുകളാണ്. അപ്പോ മാപ്പിളപ്പാട്ട് എഴുതാൻ ആ. അതിന് ഒരു രൂപമുണ്ട്, വൃത്തമുണ്ട്, അങ്ങനെയൊക്കെ ശീലിച്ചിട്ട് ആ. എഴുതിയതാണോ അല്ലെങ്കിൽ? പറയാ, ആദ്യത്തെ തുടക്കത്തിൽ അതുണ്ടായിരുന്നില്ല. പിന്നീട് എൻ്റെ ഒരു ഉസ്താദ് NA മൗലവി കരിയാട് എന്ന പേരിലുള്ള ഒരു ഉസ്താദ് ഉണ്ടായിരുന്നു എനിക്ക്. ഈ വാണിമേൽ ദർസിന് ശേഷം ഞാൻ പോയി പഠിച്ച മറ്റൊരു ദർസാണ് പാനൂരിലുള്ള ഈ പറഞ്ഞ ദർസ്, NA മൗലവിയുടെ ദർസ്. അവിടെ വെച്ചിട്ട് ഞാൻ പാട്ട് എഴുതിയപ്പോൾ ഇയാളും NA മൗലവിയും ഒരു കവിയാണ്. അറബിയിലും മലയാളത്തിലൊക്കെ ധാരാളം പാട്ട് എഴുതുന്ന ഒരു കവിയാണ് NA മൗലവി. NA മൗലവി കരിയാട്. മൂസ വാണിമേൽ എന്ന് പറയുന്ന അതിങ്ങ് പാണിമേലാ. അത് അദ്ദേഹം നിങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ടോ? അതുണ്ട്. അത് പിന്നീടാ ഇത് ഞാൻ പറഞ്ഞു വരാം. അങ്ങനെ ഈ NA മൗലവി എന്ന് പറഞ്ഞ ആൾ എൻ്റെ പാട്ട് കാണാനിടയായി. അപ്പം എന്നോട് പറഞ്ഞു, ആ നന്നായിട്ടുണ്ട് കേട്ടോ, വളരെ നന്നായിട്ടുണ്ട്, പക്ഷേ ഒരു കാര്യം കൂടി നീ ശ്രദ്ധിക്കണോ. എന്താണെന്ന് വെച്ചാൽ കമ്പി, കഴുത്ത്, വാൽക്കമ്പി, വാലുമ്മൽ കമ്പി എന്നൊക്കെ പറഞ്ഞിട്ട് ചില നിയമങ്ങളുണ്ട് പാട്ട്. മാപ്പിളപ്പാട്ട് രചനയിലെ നിയമങ്ങളാണ് മാഷ് പറയുന്നത്. അതെ, അതെ. അത് പാലിച്ചു കൊണ്ടായിരിക്കണം മാപ്പിളപ്പാട്ട് എഴുതേണ്ടത്. അല്ലെങ്കിൽ അതിന് മാപ്പിളപ്പാട്ട് എന്ന് പേര് പറയാൻ പറ്റില്ല. അത് പിന്നെ പാട്ട്, ഗാനം എന്നൊക്കെ പേരെല്ലാം കൊടുക്കാമെന്നല്ലാതെ മാപ്പിളപ്പാട്ടാവണമെങ്കിൽ ഈ പറഞ്ഞ 4 നിബന്ധനകൾ നിർബന്ധമായും പാലിച്ചിരിക്കണം. അപ്പോൾ അതെങ്ങനെയൊക്കെയാണെന്ന് ഞാൻ ചോദിച്ചപ്പോൾ ചെറിയ രൂപത്തിൽ പ്രാഥമികമായിട്ട് നമുക്ക് പറഞ്ഞു തന്നു. അപ്പോൾ അത് വെച്ചുകൊണ്ട് ഞാൻ പാട്ട് എഴുതി. അപ്പോൾ ഉസ്താദ് ഗംഭീരമായിട്ട് അഭിനന്ദിച്ചു. എന്നാ ഇത് തന്നെ, ഇതാ ഞാൻ പറഞ്ഞു, ഇങ്ങനെയായിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ അഭിനന്ദിച്ചു അദ്ദേഹം. ഒരിക്കൽ ഞാൻ അദ്ദേഹത്തിനൊരു കത്ത് എഴുതിയിരുന്നു, ഉസ്താദിന്. നിങ്ങൾ ഉസ്താദിന് കത്തെഴുതി. അതിങ്ങനെ കവിതയിലൂടെയുള്ള അവതയുള്ള കത്ത്. പിന്നെ വിദേഹത്തിൽ വിദേപിക്കുന്നവരുടെ വകയായി വിനീതൻ അലി വന്യ ഗുരുവിനായി കുത്തി വരച്ചിടാമൊരു കത്ത് കവിതയായി എന്ന് തുടങ്ങുന്ന ഒരു നീണ്ട കത്താണത്. അങ്ങനെ അതിന് മറുപടി വന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അത്ഭുതകരമായൊരു മറുപടി. എന്താ മറുപടി എന്ന് പറഞ്ഞാൽ, അലിയെ നിൻ കത്ത് കണ്ട് അതിയായ നന്ദിയുണ്ട്, ആഹ്ലാദത്തിൻ്റെ താരം മിന്നിടുന്നുണ്ട്, കൽബിൽ അങ്ങുമിങ്ങുമെ മങ്ങലുള്ളതടങ്ങിടുന്നുണ്ട്. ഈ പാട്ട് എഴുതി നിങ്ങളുടെ ഉസ്താദ് മറുപടി എഴുതി. അത് മറുപടി. അപ്പോൾ അതുകൂടി കണ്ടപ്പോൾ ഞാൻ ഈ പാട്ടുകളിൽ നോക്കിയിട്ട് മോയിൻകുട്ടി വൈദ്യരുടെ അറബി മലയാളത്തിലുള്ള കൃതികളൊക്കെ സംഘടിപ്പിച്ചു. അറബി മലയാളം എനിക്ക് നന്നായി അറിയാമായിരുന്നു, അന്നും ഇന്നും അറിയാം, ഇപ്പം കാണുന്നില്ലെന്ന് മാത്രം. അപ്പോൾ അതിലൊക്കെ നോക്കിയിട്ട് ഞാൻ ഈ ഒരു ഗവേഷണം നടത്തും പോലെ എങ്ങനെയാണ് ഈ പ്രാസം, എങ്ങനെയാണ് ഈ കവിത, കമ്പി എന്ത് കമ്പിയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി. സ്വന്തമായി മാപ്പിളപ്പാട്ടിൽ ഗവേഷണം നടത്തി അതെങ്ങനെ രചിക്കാം എന്നുള്ളതിനെ പറ്റി പഠനം നടത്തി. വളരെ നടത്തി. അതാണ് ശരി. അങ്ങനെ
നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ എഴുതിയ പാട്ട് മഹാപണ്ഡിതനായ കവിയായ എൻ്റെ ഉസ്താദ് അംഗീകരിക്കുകയും ചെയ്തു. അതോടുകൂടി എനിക്ക് ധൈര്യം കൂടി അക്കാര്യത്തിൽ. പിന്നെ ഞാനൊരിക്കൽ ഉസ്താദ് എന്നോട് മറ്റൊരിക്കൽ പറഞ്ഞ്, എടോ നീ എന്താ ഒരു കത്തൊന്നും അയക്കാത്ത, കുറേ കാലം നമ്മളായിട്ട് കത്തിടപാടൊന്നും ഇല്ലാത്ത, നീ എന്താ കത്തയക്കാത്ത കണക്കെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ സമയം എന്ത് സമയം, ഇനി എന്താ എനിക്കതൊരു പാട്ടിൻ്റെ ഒരു കത്ത് എഴുതുമെന്ന് പറഞ്ഞു. എന്നെക്കൊണ്ട് അക്കാലത്തെ കത്തുകൾ പാട്ടിലൂടെയായിരുന്നു ആ എഴുതിയിരുന്നത്. അതെ അങ്ങനെ എന്നെക്കൊണ്ട് എഴുതിക്കണ്ടില്ല. അതിനുള്ള മറുപടിയും ആ അപ്പം പിന്നെ ഞാൻ വീട്ടിൽ വന്ന് അന്നേരം തന്നെ എഴുതി കത്തെഴുതി. കത്തയച്ചില്ലെങ്കിലും ഞാൻ ഓർത്തിരിക്കാറുണ്ട്, കണ്ണുകൊണ്ടല്ലെങ്കിലും ഞാൻ കണ്ടുമുട്ടാറുണ്ട്. എത്തിടാറില്ല സമീപത്തെങ്കിലും ഞാനുണ്ട്, എൻ ഗുരുനാഥൻ്റെ ചാരത്തെന്ന് തോന്നാറുണ്ട്. കാത്തിരിപ്പില്ലെങ്കിലും കാണാൻ കൊതിക്കാറുണ്ട്, കാതുകൊണ്ടല്ലെങ്കിലും നാദം ശ്രവിക്കാറുണ്ട്. ഉത്തമേനാം എൻ്റെ ഉസ്താദ് എൻ്റെ ഉള്ളിലുണ്ട്, ഉള്ളതോതാമല്ലോ ഞാൻ കീനാവ് കാണാറുണ്ട്. അലിമാഷ് സ്കൂളിൽ അധ്യാപകനായി ഇരിക്കുന്ന സമയത്താണ് ഈ മാപ്പിളപ്പാട്ട് രചനയിലേക്ക് കൂടുതലായി കടന്നു വരുന്നത്. മാപ്പിളപ്പാട്ട് രചനയില് ഇവരെ കൂടാതെ നിങ്ങളെ സ്വാധീനിച്ച ആളുകൾ ആരൊക്കെയാണ്? എന്നെ മൗലവി പ്രധാനമായി, പിന്നെ മൂസാവാണിമേൽ, പിന്നെ അത് കൂടാതെ എനിക്ക് മാപ്പിളപ്പാട്ടായിട്ട് എന്നെ ബന്ധപ്പെടുത്തിയത്, മാപ്പിളപ്പാട്ടിൻ്റെ ഹരം പിടിപ്പിച്ചത്, എനിക്ക് ഹരം പിടിപ്പിച്ചു തന്നത് എൻ്റെ അമ്മായിയാണ്. അമ്മായി എന്ന് പറഞ്ഞാൽ ഭാര്യാമാതാവ്. മൂപ്പരിപ്പോൾ ഇല്ല, മരിച്ചുപോയി. അള്ളാഹു അദ്ദേഹത്തിന് അവർക്ക് മാപ്പും മഗ്ഫിറത്തും കൊടുക്കട്ടെ. പിന്നെ അവർക്ക് പിന്നെ എല്ലാ പാട്ടുകളും ബൈ ഹാർട്ടായിരുന്നു. മോയിൻകുട്ടി വൈദ്യരുടെ ഏതാണ്ട് കൃതികളും മൂപ്പര കയ്യിലുണ്ടായിരുന്നു. ഭാര്യ സൈനബത്തയുടെ ഉമ്മ ആയിഷക്കുട്ടി, അത് ആയിഷക്കുട്ടി പേര്. അവർ വാണിവേൽ സ്വദേശിനിയായിരുന്നു. അങ്ങനെ ഞാനൊരു ദിവസം അവിടെ ചെന്നപ്പോൾ കണ്ടത്, മൂപ്പര് എല്ലാവരും ഉറങ്ങാൻ കിടന്നിട്ട് ഉറക്കം തുടങ്ങിയിട്ടും മൂപ്പർ ഒരു വിളക്കും കത്തിച്ചിട്ട്, മണ്ണെണ്ണ, അന്ന് കറണ്ടൊന്നും വന്നിട്ടില്ല, മണ്ണെണ്ണ വിളക്കും കത്തിച്ചിട്ട് അരിയത്ത് വെച്ചിട്ട് ബദർ പാട്ട് എടുത്തിട്ട് പാടുന്ന. അപ്പം ഞാൻ ചെന്നപ്പോൾ എനക്കും കൂടി വിവരിച്ചു തന്നു, ഓരോ വരിയും പറഞ്ഞിട്ട്. വരി പാടുകയും വിവരിക്കുകയും ഒക്കെ ചെയ്യുന്നൊരു സ്വഭാവമുണ്ട്. അങ്ങനെ 2-3 ദിവസം ഞാനിത് ആവർത്തിച്ച് കണ്ടു. ബദർ മാത്രമല്ല, പലതും എടുത്ത് ഇങ്ങനെ എടുക്കുക. അപ്പം എനിക്ക് തോന്നി, ഒരു തമാശ തോന്നി, ഇതിനെക്കുറിച്ചൊരു പാട്ട് എഴുതണം. ഈ അമ്മായിൻ്റെ ഈ സ്വഭാവം ഉണ്ടല്ലോ, ഈ സ്വഭാവത്തിനെ പറ്റി ഒരു പാട്ട് എഴുതണം. അത് എഴുതിയ പാതിരാവിൽ ബദർ പട മുഴുവൻ പാടിത്തീർത്ത എൻ്റെ കാതിനിമ്പക്കവിതകൾ പാടിയ പൊന്നിച്ചാത്ത, നാദഭംഗിയിലുന്നത സ്ഥാനം നാട്ടുകാർക്കുണ്ടതിലഭിമാനം, മാദകത്വം തുളുമ്പുന്ന ഗാനം മാപ്പിളക്കവികൾക്കൊരു ദാനം. ബദറുൽ മുനീറും ഉഹദും കഥമാല കെസ്സുകൾ പലതും, കഥനക്കഥ കർബല പോലുള്ള ചിലതും പാതിരാവിൽ. പാട്ട് രചിച്ചും പാടിയും ഇങ്ങനെ മുന്നേറിക്കൊണ്ടിരുന്ന അലിമാഷ് സാമൂഹ്യ രംഗങ്ങളിലേക്ക് ഇറങ്ങി തുടങ്ങി. പിന്നീട് ഈ പാട്ടിൻ്റെ ഒരു സ്റ്റെപ്പും കൂടി ഞാൻ പാടട്ടെ, ഇതൊരു കാര്യമുണ്ട്. ഫാത്തിമത്തു സുഹ്റ വഫാത്ത്, പേര് കേട്ടോരുമർക്കിച്ച പാട്ട്, അർത്ഥനിർഭരമാം പല ബൈത്ത്, അത്ഭുതം പല താരാട്ട്, മുട്ടി കരളോട് ചെന്നത് തട്ടി, കനിമോള ഞാനുടൻ കെട്ടി, കലകാരണമായിരു കരളുകളൊട്ടി പാതിരാവിൽ. ഇങ്ങനെ പോകുന്ന പാട്ട്. അതിപ്പോൾ അവിടെ വാണിമേൽ പലർക്കും കാണാതെ പഠിച്ച് വെച്ച ഒരു പാട്ടാണ്. എല്ലാവരുടെയും ചൂണ്ടിൽ തത്തി കളിച്ചൊരു പാട്ടായിരുന്നു.
കമ്പി കമ്പിപ്പാലത്തിൻ്റെ പാട്ട് പോലെ എല്ലാവരുടെയും ചുണ്ടിലുണ്ടായിരുന്നൊരു പാട്ടാണ്. ആ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ രംഗത്തേക്ക് വരുന്നത്. പിന്നീട് ഹരം പിടിച്ചു. എനിക്ക് തന്നെ സ്വന്തം ഒരു പാട്ടിങ് എഴുതി തീർന്നാൽ അതിൻ്റെ അവസാനത്തെ വരി എഴുതി കഴിഞ്ഞാൽ ഉണ്ടാകുന്നൊരു സന്തോഷം അത് പറഞ്ഞറിയിക്കാനാവില്ല. എപ്പോഴും എത്രയോ ആയിരക്കണക്കിന് ആയിരത്തിലധികം പാട്ടുകൾ ഞാൻ എഴുതി. ആ ഓരോ പാട്ടും അവസാനത്തെ വരി എഴുതി കഴിഞ്ഞാൽ അന്ന് ഉണ്ടാകുന്നൊരു സന്തോഷം അത് പറഞ്ഞറിയിക്കാനാവില്ല. അതാണ് ഒരു ആത്മനിർവൃതി. ഏ? ആത്മനിർവൃതി എന്ന് പറയുന്നത് പാട്ട് എഴുതുമ്പോൾ. ആത്മനിർവൃത്തി. അതും നല്ല പാട്ട് നല്ല വരികളാണെങ്കിൽ പ്രത്യേകിച്ചു ചിലത് അത്രയും മെച്ചപ്പെട്ടെന്നല്ല തോന്നുകയെല്ലാം ചെയ്യുമല്ലോ, അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇന്നലെ രാത്രി വരെ അങ്ങനത്തെ സംഭവം ഉണ്ടായി. ഞാനൊരു പാട്ട് എഴുതി അവസാനിപ്പിച്ചതോടുകൂടി ഞാൻ ഭയങ്കര സന്തോഷത്തിലായി. അപ്പോൾ എൻ്റെ മകൻ റഷീദിനെ വിളിച്ചിട്ട് ഇതൊന്ന് പാടണം. ഞാൻ പാടിയത് നന്നാവില്ലല്ലോ, പാട്ട് നന്നാവില്ല. ഓനെ കൊണ്ട് പാടിച്ച്. ഓൻ നല്ലൊരു ഗായകനാണ്. അകക്കണ്ണിന്റെ വെളിച്ചത്തിലാണ് അലിമാഷ് പാട്ട് എഴുതുന്നത് ആ പറയാറുണ്ട്. അതെ കണ്ണിൽ അലി കണ്ണോത്തിനെന്ന കാര്യം കാണുന്നു കണ്ണുള്ളോർ അതാണ് ധൈര്യം എന്ന് നിങ്ങളുടെ നവരത്ന ചിങ്കാരം എന്ന കവിത പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അലിമാഷയുടെ കാഴ്ച പരിമിതി ചെറുപ്പത്തിലേ ഉണ്ടായിരുന്നോ? അത് ജന്മന അല്പം കുറവുണ്ടായിരുന്നു എനിക്ക്. എൻ്റെ ഒരു കുടുംബ പാരമ്പര്യമാണത്. എൻ്റെ ഉമ്മാൻ്റെ കുടുംബത്തിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷെ അന്നൊന്നും അതുകൊണ്ടൊക്കെ യാതൊരു പ്രയാസവും തോന്നിയില്ല. ഞാൻ 56 വയസ്സ് വരെ സ്കൂളിൽ പോവുകയും പഠിപ്പിക്കുകയും വരികയും ചാടുകയും ഓടുകയൊക്കെ ചെയ്ത മനുഷ്യനാണ്. പിന്നീട് അതെല്ലാം കഴിഞ്ഞ് സ്കൂളിൽ നിന്ന് പെൻഷൻ ആയി. എന്നിട്ടും കുറേ കാലം കഴിഞ്ഞതിന് ശേഷമാണ് ഷുഗറും നല്ലോണം ഉണ്ടായി. ഷുഗറും പ്രഷറും എല്ലാം ഉണ്ട്. അപ്പോൾ കാഴ്ച തുടങ്ങി. കുറേശ്ശെ മങ്ങി ചുരുക്കി പറഞ്ഞാൽ ഇപ്പം കംപ്ലീറ്റ് പോയി. ഇപ്പം കാഴ്ചയില്ല തന്നെ. അതിപ്പോൾ കാഴ്ചയില്ലാത്ത അവസ്ഥയാണ്. ഇപ്പോഴൊന്നും കാഴ്ചയില്ലാതെ തന്നെ ഞാൻ മനസ്സിലിങ്ങനെ രൂപപ്പെടുത്തി വെക്കും. എന്നാലും അകക്കണ്ണിൽ കാഴ്ചയുണ്ട്. ഉണ്ട്. കാഴ്ചയിലാണ് കവിതകളും ഗാനങ്ങളും വിരിയുന്നത്. അതെ. കാഴ്ച ഇല്ലെങ്കിലും കാഴ്ചപ്പാടുണ്ട് ചില കാര്യങ്ങളിൽ. ജീവിതത്തിലെ 77 സംവത്സരങ്ങൾ അലിമാഷ് കഴിഞ്ഞുപോയി. 77 വർഷങ്ങൾ കഴിഞ്ഞുപോയി. മാപ്പിളപ്പാട്ട്, കവിത, അധ്യാപനം, അതേപോലുള്ള വിവിധ മേഖലകളിൽ സാമൂഹ്യ സേവനം, മതപരിഷ്കരണ പ്രസ്ഥാനങ്ങൾ, ഇതിലൊക്കെ അലിമാഷ് പങ്കെടുത്തിട്ടുണ്ട്. ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ എന്ത് തോന്നുന്നു? ഇപ്പോൾ അക്കാര്യത്തിൽ ഞാനിപ്പോൾ സംതൃപ്തനാണ്. എനിക്ക് യാതൊരു നിരാശയോ അക്കാര്യത്തിലൊന്നുമില്ല. ഞാൻ ധാരാളം എഴുതിയിട്ടുണ്ട്. പക്ഷേ വേണ്ടത്ര പ്രചാരണമൊന്നും കിട്ടിയിട്ടില്ല. അതിന് കാരണം ആദ്യകാലത്തൊക്കെ ഞാൻ എഴുതുന്ന പാട്ട് ആർക്കെങ്കിലും കൊടുത്തേക്കും, എവിടെയും കിട്ടേക്കും, തീർന്നു കഴിഞ്ഞ്. അത് സൂക്ഷിക്കലൊന്നുമില്ല. പിന്നീട് എൻ്റെ കുട്ടികൾ വളർന്ന് വലുതായതിന് ശേഷമാണ് എഴുതി വെക്കാൻ തുടങ്ങിയത്. അവർ മുൻകൈ എടുത്തിട്ട് എഴുതൽ തുടങ്ങി. അങ്ങനെ എഴുതി കുറേ ഓർമ്മയുള്ളതൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്ത്, അല്ലാത്തതൊക്കെ അന്നേരം ഉണ്ടാക്കുന്നതൊക്കെ അതും കുടിച്ചു കൊടുത്ത്, അങ്ങനെ ഒരു കുറേ വലിയൊരു ഇതായതിനു ശേഷം എനിക്ക് ഒന്ന് പ്രസിദ്ധീകരിക്കാമെന്ന് തോന്നി. അങ്ങനെ എൻ്റെ കുറ്റ്യാടിയുള്ള കുറച്ച് കൂട്ടുകാരാണ് പ്രസിദ്ധീകരിക്കാൻ മുൻകൈ എടുത്തത്. ആ പ്രസിദ്ധീകരണത്തിലുള്ള ആദ്യ പുസ്തകം ഏതാണ്? നവരത്ന ചിങ്കാരം. 200ഓളം. അല്ല, ഏറ്റവും ആദ്യമായിട്ട് സ്റ്റോറി ചെന്നായ പിടിച്ച കുട്ടിയാണ് ആദ്യമായിട്ട് വാണിമേൽ വെച്ചാൽ പ്രസിദ്ധീകരിച്ച് പ്രകാശനം ചെയ്ത്. എത്ര പുസ്തകങ്ങൾ? ചെന്നായ പിടിച്ച കുട്ടി, നവരത്ന ചിങ്കാരം, എന്താണ്, ഖുർആൻ എന്നിങ്ങനെ പ്രധാനപ്പെട്ട 3-4 പുസ്തകങ്ങളുണ്ട്. അല്ലാതെ ചെറിയ വെച്ച് 2 കഷ്ണം 3 കഷ്ണം. ഖുർആൻ എന്താണ് പറയുന്നത്? ഖുർആൻ എന്ന പുസ്തകത്തില് എന്താണ് വിവരിക്കുന്നത്? ഖുർആൻ എന്ന് പറഞ്ഞാൽ ഖുർആനിലെ അവസാനത്തെ 30-ാമത്തെ 29-ാമത്തെ ജുസ് ഉണ്ടല്ലോ, 10-ാമത്തെ ജുസ് എന്ന് പറയുക അമ്മ ജുസ്. ആ അമ്മ ജുസ് 37 സൂറത്തുകളുണ്ട്. കുല്ലൗദു ബിറബ്ബിൻ നാസ് വരെ 37 സൂറത്തുകളുണ്ട്. ആ 37 സൂറത്തുകളുടെയും പരിഭാഷ മാപ്പിളപ്പാട്ട് രൂപത്തിൽ എഴുതി.
അതാണ് ഖുർആൻ നിഷേധുകൾ. അത് ഒരു ഉദാഹരണത്തിന് വേണമെങ്കിൽ അതിൻ്റെ അമ്മ എന്ന സാരൂനാബൈലവീം എന്ന സൂറത്തിൻ്റെ തുടക്കം എന്തിനെ കുറിച്ചാണ് സംവാദം, എന്നാകുമന്ത്യനാളെന്നതാകുമോ അച്ചോദ്യം എന്ന് തുടങ്ങുന്ന അമ്മയത്തെ സാലൂൻ അനിൻ നബയിൽ അലീം എന്ന് പറയുന്ന അതിൻ്റെ അർത്ഥമാണ് ആയത്തിന്റെ ആ അർത്ഥം വരുന്ന ആ കവിതയാണ് ഉം. ഇപ്പോൾ ചൊല്ലിയത്. അതെ അതെ. അത് അങ്ങനെ പോയി ഉലാവുദ്ദീൻ റബ്ബിന്നാസ് വരെയുള്ള കവിതകൾ എഴുതി 37 സൂറത്തിൻ്റെ. അത് നവരത്ന ചിങ്കാരം എന്ന കവിതാ പുസ്തകം, അല്ലല്ല, അത് ഖുർആൻ നിഷേധുകൾ ഖുർആനിശലുകൾ എന്ന കവിതാ പുസ്തകത്തിൽ അത് മുഴുവനായിട്ടുണ്ട്. ഉണ്ട്. മാപ്പിള പാട്ട് എഴുതാൻ ഉം. കമ്പിയും വാൽക്കമ്പിയും നോക്കി നടന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ആ ഇപ്പോൾ കമ്പിയും വാൽക്കമ്പിയും ഒക്കെ മുറിഞ്ഞ അവസ്ഥയാണ് ഇപ്പോഴത്തെ മാപ്പിളപ്പാട്ടിന്റെ അവസ്ഥ. അതെ. ഇപ്പോഴത്തെ അവസ്ഥയെ പറ്റി മാപ്പിളപ്പാട്ടുകാരനായ അലി കണ്ണോത്ത് എന്താണ് പറയുന്നത്? ക്ഷമിക്കണം, ഞാൻ തുറന്നു പറയട്ടെ. ഇപ്പോഴുള്ള മാപ്പിളപ്പാട്ട് എന്ന് പറയുന്ന പാട്ടുകളെ കുറിച്ച് ഞാൻ പറയാറ് മാപ്പില്ലാ പാട്ട് എന്നാണ്. മാപ്പിളപ്പാട്ടല്ല, മാപ്പില്ലാ പാട്ട് ആണ്. പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ഓരോ സൃഷ്ടിക്കും, ഓരോ സാഹിത്യ സൃഷ്ടിക്കും അതിൻ്റേതായ നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ പാലിച്ചാലേ അത് അതായിത്തീരുന്നുള്ളൂ. ഉദാഹരണത്തിന് കവിതയ്ക്ക് ചില നിയമങ്ങളുണ്ട്. ആ നിയമം അനുസരിച്ച് എഴുതിയിട്ടില്ല കവിതയാവില്ല. ഒരു കവിതാ മത്സരത്തിൽ ചലച്ചിത്രഗാനം കൊണ്ടുപോയി പാടിയാൽ വിജയിക്കില്ല, സംഗതി നടക്കില്ല, അംഗീകരിക്കുകയില്ല. എന്ന് പറഞ്ഞതുപോലെ മാപ്പിളപ്പാട്ടിനും ചില നിയമങ്ങളുണ്ട്. കമ്പി, വാൽക്കമ്പി, വാലുമ്മൽ കമ്പി, കഴുത്ത്, ഇടക്കമ്പി, നടുക്കമ്പി, മുക്കമ്പി, ഇങ്ങനെയുള്ള കുറേ പ്രാസങ്ങളുണ്ട്. ഈ കമ്പി എന്ന് പറഞ്ഞാൽ പ്രാസമാണ്, പലതരത്തിലുള്ള പ്രാസം. 1, 2, 3, 4 കവിതേൻ്റെ പോലെ. കവിത ആകെ രണ്ടക്ഷരം എടുത്താൽ മതി, എന്നാൽ കവിതക്ക് പ്രശ്നമില്ല, കമ്പിയായി. മാപ്പിളപ്പാട്ട് അങ്ങനല്ല, ഇതൊക്കെ ഒപ്പിച്ച് കൊണ്ടുവരണം. മാത്രമല്ല പഴയ കാലത്ത് പറയാറ് മാപ്പിളപ്പാട്ട് കെട്ടുവെന്നാണ്. പാട്ട് കെട്ടുവെന്ന് പറയാം. അതെന്താ കാരണം എന്നറിയാം? കെട്ടുവെന്ന് പറയാൻ കാരണം 2 വരി ശരിയാക്കിയതിന് ശേഷം ആ 2 വരി എടുത്തിട്ട് 3ാമത്തെ വരിയുമ്മ കെട്ടണം, എന്നിട്ട് ആ വരി എടുത്തിട്ട് 4ാമത്തേമ്മ കെട്ടണം, എന്നിട്ട് 5ാമത്തേമ്മ കെട്ടണം. അങ്ങനെ 5 അവസാനിക്കുന്നത് കൊണ്ട് വേണം 6ാമത്തെ തുടങ്ങാൻ. ഇങ്ങനെയൊക്കെയുള്ള നിയമങ്ങളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പിന്നെ അവരെന്താ ഒരു പാട്ട് തന്നെ പാടിയിട്ട് ഞാൻ എൻ്റെ ഉദാഹരണം പറയാം. ഞാൻ എൻ്റെ സുഹൃത്ത് അബ്ദുറഹ്മാൻ എന്ന് പറഞ്ഞ ആളുണ്ട് പെരിങ്ങത്തൂർ. അയാളും ഞാനും ഏതാണ്ട് ഒരേ സമയത്താണ് കല്യാണം കഴിച്ച്. അയാൾക്ക് കുട്ടിയുണ്ടായി, എനിക്ക് കുട്ടിയുണ്ടായില്ല. അപ്പോൾ എനിക്കൊരു വല്ലാത്തൊരു നിരാശയും ചെറിയ പ്രശ്നവും ഇതായി. അങ്ങനെ എന്തൊക്കെ വേട്ടെ, ഞാൻ അബ്ദുറഹ്മാൻ്റെ കുഞ്ഞിനൊന്ന് കാണട്ടെ എന്നുള്ള നിലയ്ക്ക് ഞാനങ്ങ് പോയി. അവിടെ ചെന്ന് നോക്കുമ്പോൾ അബ്ദുറഹ്മാൻ്റെ ഭാര്യ പ്രസവിച്ച് കിടക്കുന്നുണ്ട്. അബ്ദുറഹ്മാൻ അവിടെ ഇല്ല. എവിടെയാണ് പോയത്? ഇവിടെ പെരുങ്ങത്തൂർ അങ്ങാടി പോയതാണ്. വേഗം വരും, നിങ്ങളവിടെ ഇരിക്കുന്നത്. അങ്ങനെ ഞാനവിടെ ഇരുന്നിട്ട് കീശയിൽ നിന്നൊരു കടലാസ് എടുത്തിട്ട് പെന്നും എടുത്ത് ഞാനങ്ങ് എഴുത്തു തുടങ്ങി. പുതുക്കൂൽ എന്നാണ് അടുത്ത പേര്, വീട്ടുപേര്. ഞാൻ എഴുതി പുതുക്കൂൽ തറവാട്ടിൻ്റെ നാഥ, പുതുപൂത്തൻ ഷിഹാബിൻ്റെ സാധ. ഷിഹാബ് കുട്ടീൻ്റെ പേരാ. കഥ കേട്ടറിയാൻ കൊതിയില്ലേ, കനിവൂറി വരും കരളില്ലേ, വിതക്കാനുടയോനിടമേകി വിധി പോലതിൽ ഞാൻ വിത്ത് പാകി. കതിരായില്ല, കായ് വിരിഞ്ഞില്ല, കരയാതിരിക്കാൻ കഴിഞ്ഞില്ല. ഇത് ഞാൻ പാടുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ, അതിൽ നിയമം ഇത് പറഞ്ഞു തരുമെന്നാ. കമ്പി ഞാൻ തുടങ്ങിയത് പുതുക്കൂൽ തറവാട്ടിൻ്റെ നാഥാണ്. പുതുക്കൂൽ, തു 2ാമത്തെ അക്ഷരം തൂവാണ്. ആ തൂ വരണം ഇനിയും ഇരുന്ന 2ാമത്തെ വരിയിലും. നോക്കുമ്പോൾ വന്നോന്ന് നോക്കുക. പുതുക്കൂൽ തറവാട്ടിൻ്റെ നാഥ, പുതുപുത്രൻ ഷിഹാബിൻ്റെ നാഥ, കഥ കേട്ടറിയാൻ കൊതിയില്ലേ. കഥ അതാ ആ താ വന്ന് പിന്നെ
പക്ഷെ അവിടെ അവസാനിപ്പിച്ചാൽ പറ്റൂല. അത് മൂന്നാമത്തെ വരിയിലും വരണം. വിതക്കാനുടയോനിടമേകി മൂന്നാമത്തേലും വന്ന്. പിന്നെ അതും കഴിഞ്ഞിട്ട് കതിരായില്ല കായ് വിരിഞ്ഞില്ല നാലാമത്തേലും വന്ന്. ഇങ്ങനെ 4 വരികളിൽ തുടർച്ചയായിട്ട് ഈ ദ്വിതീയാക്ഷരം വരണം. എന്നിട്ട് 4 വരി ഏതാണോ എവിടെയാണോ അവസാനിക്കുന്നത് അതിൻ്റെ അവസാനത്തെ കഷ്ണം എടുത്തിട്ട് വേണം 5ാമത്തെ വരി തുടങ്ങാൻ. പിന്നെ ഇവിടെ ഉദാഹരണത്തിന് കറിയാതിരിക്കാൻ കഴിഞ്ഞില്ല എന്നാൽ 4ാമത്തെ വരി അവസാനിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞില്ല എന്ന് കൊണ്ട് തുടങ്ങണം. ഇനി കഴിഞ്ഞില്ല ഒരു കുഞ്ഞിൻ്റെ ജന്മം കണ്ട് കണ്ണ് കുളിർക്കുന്ന രംഗം. ഇത്തരം പ്രാസങ്ങൾ ഒപ്പിച്ച് കവിത എഴുതണം എന്നുള്ളത് നമ്മൾ നിർബന്ധം പിടിക്കാൻ പറ്റുമോ? നിർബന്ധം പിടിക്കാൻ പറ്റുമോ? അതിൻ്റെ മാപ്പിളപ്പാട്ട് എഴുതണ്ട, മാപ്പിളപ്പാട്ടായിരിക്കണ്ടേ? ഇത്തരത്തിൽ ഈ രീതികൾ അനുസരിക്കണം എന്നാണ് പറയുന്നത്. പിന്നെ മറ്റുള്ള പാട്ടുകളുണ്ടല്ലോ, ഇപ്പം ഞാൻ മാപ്പില്ലാ പാട്ട് എന്ന് പറയുന്ന പാട്ടുകൾ, ആ കൂട്ടത്തിൽ നല്ല പാട്ടുകളുണ്ട്, ഒക്കെ ശരിയാ. ആശയപരമായി അർത്ഥമുള്ള പാട്ടുകൾക്ക് പ്രശ്നമില്ല. അർത്ഥമുള്ളതല്ല, പ്രാസം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പാട്ടാണ്. പക്ഷെ ഇന്ന് അറിയപ്പെടുന്ന പല പ്രസിദ്ധമായ പാട്ടുകളും മാപ്പിളപ്പാട്ടല്ല. ഉദാഹരണത്തിന് കുറ്റ്യാടി പ്രദേശത്താകെ പ്രചരിച്ചൊരു പാട്ടാണ് ഉണ്ടോ സഖി എന്നൊരു പാട്ട്. അതെ, അത് മാപ്പിളപ്പാട്ടല്ല, മാപ്പിളപ്പാട്ടല്ല. പിന്നെ കേരളാടിസ്ഥാനത്ത് പ്രചരിച്ചൊരു പാട്ടാണ് നിങ്ങൾക്കൊരു അള്ളാഹു പോലെ എന്നൊരു പാട്ടുണ്ട്, തൗഹീദ് ഗാനം. അതെ, തൗഹീദ് ഗാനം. അതും മാപ്പിളപ്പാട്ടല്ല. മാപ്പിളപ്പാട്ടിന്റെ പ്രാസങ്ങൾ, രീതികൾ അതിൽ ഒട്ടുമില്ല. പിന്നെ അവരത് നോക്കിക്കൂല. അതുകൊണ്ട് അതൊന്നും മാപ്പിളപ്പാട്ടുകളല്ല. നല്ല ഗാനങ്ങളെന്നോ നല്ല പാട്ടുകളെന്നോ എന്തെങ്കിലും എല്ലാം പറഞ്ഞോ, ഇസ്ലാമിക ഗാനമെന്നോ ഏതെങ്കിലും ഒരു പുതിയ പേരിട്ടോ. മാപ്പില്ലാ പാട്ടായി പോയിട്ട് മാപ്പില്ലാ പാട്ടെന്നാണ് ഞാൻ പറയില്ലേ. മാപ്പിളപ്പാട്ട് രചിക്കുകയും പാടുകയും ചെയ്തിരുന്ന അലിമാഷ് നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ സ്റ്റേജുകളിൽ പ്രത്യക്ഷപ്പെടാറുണ്ടായിരുന്നു. ശരിയാണോ? പാട്ടുപാടി ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ സ്റ്റേജുകളിൽ അലിമാഷ് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടോ? വിചാര പ്രസ്ഥാനത്തിൻ്റെ സംബന്ധിച്ച് പറയുമ്പോൾ എൻ്റെ പാട്ടുകളിൽ 95% എന്ന് തന്നെ പറയാം സലഫി ഗാനങ്ങളാണ്, മുജാഹിദ് ഗാനങ്ങൾ, ഷിർക്കിനും തൗഹീദിനും എതിരായിട്ടുള്ള ഗാനങ്ങൾ. അപൂർവം ചില കത്തെഴുത്തുകളും മറ്റേ ചില അനുസ്മരണങ്ങളും മറ്റൊക്കെ വെച്ച് നിർത്തിയാൽ ബാക്കി മുഴുവനും ഇങ്ങനെയാണ്. ഇത്തരത്തിലുള്ള പാട്ടുകൾ എഴുതുമ്പോൾ താങ്കൾക്ക് എതിരെ പ്രകോപനങ്ങൾ ഉണ്ടായിട്ടില്ലേ, അല്ലെങ്കിൽ പ്രതികരണങ്ങൾ ഉണ്ടായിട്ടില്ലേ? ഉണ്ടാക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ പഴയ കാലത്തുള്ള പാട്ടുകളുടെ കൂട്ടത്തിൽ പിന്നെ ഈ പുലിക്കോട്ടിൽ ഹൈദറിൻ്റെ ചില വരികൾ എന്നെ വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ട്. പുലിക്കോട്ടിൽ ഹൈദർ നമ്മൾ മനസ്സിലാക്കിയ പോലെ അല്ല, അയാൾ നല്ലൊരു മുജാഹിദായിരുന്നു. അയാളൊരു ചില വരികളുണ്ട്. ഐക്യം തുളുമ്പും നല്ല കതിരം തുളുമ്പും നല്ല ഐക്യ സമാജ കരുന്ന് ഇസ്ലാമോരിലുള്ള സിറാജ. വാണിമേൽ വെച്ചിട്ട് നടത്തി. അത് 70 ആളൊന്നുമില്ലാന്ന് തോന്നുന്നുണ്ട്, ആള് കുറവാണ്. അതിലും കിട്ടിയത് എനിക്ക് തന്നെ. ഏകദേശം എത്ര പാട്ടുകൾ അലിമാഷ് എഴുതിയിട്ടുണ്ടാവും? 1500 ഇത് കുറയാൻ പറ്റൂല, 1500 ഉണ്ടാവും. പുതിയ തലമുറയിലെ ആളുകളോട്, പാട്ടെഴുതുന്ന ആളുകളോട് എന്താണ് അലിമാഷക്ക് ഒരു ഉപദേശമായി പറയാനുള്ളത്? പറയാനുള്ളത്, നിങ്ങൾ മാപ്പിളപ്പാട്ട് എന്നാണ് അതിനെക്കുറിച്ച് പറയുന്നതെങ്കിൽ മാപ്പിളപ്പാട്ടിൻ്റെതായ നിയമങ്ങൾ വേണം, പാലിച്ചിരിക്കണം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സാഹിത്യ സൃഷ്ടി ആർക്കും നടത്താം, എല്ലാവർക്കും സ്വാതന്ത്ര്യമുള്ള കാര്യമാണത്. ലേഖനങ്ങളായിട്ടും പാട്ടായിട്ടും എങ്ങനെയും ചെയ്യാം. പക്ഷേ മാപ്പിളപ്പാട്ടെന്ന് പേരിടരുത്. മാപ്പിളപ്പാട്ടെന്ന് പറഞ്ഞാൽ മാപ്പിളപ്പാട്ടായിരിക്കണം. കവിത ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കവിതയാണെങ്കിൽ അതിൻ്റേതായ നിയമങ്ങളുണ്ടല്ലോ. അതുപോലെ തന്നെ പിന്നെ അറബിയിലുള്ള പാട്ട്, അതിന് ബഹർ എന്നാണ് പറയുന്നത്. 14 ബഹറുകളുണ്ട് അറബിയിൽ.
ആ 14 ബഹറിൽ ഏതെങ്കിലും ഒന്നിനനുസരിച്ച് മാത്രം എഴുതിയാലേ അറബിയിൽ കവിതയാണെന്നുള്ളൂ. ബൈത്ത് എന്നാ പറയുക. ഷീർ എന്നും ബൈത്ത് നോക്കിയാൽ പറയുക. അത് ആണെങ്കിൽ 14 ഒത്തിരിക്കണം, ഇല്ലെങ്കിൽ അത് തള്ളപ്പെടും. അതുപോലെ കവിതയും തള്ളപ്പെടും. എല്ലാം മാപ്പിളപ്പാട്ട് വെച്ച് മാത്രം എങ്ങനെ എഴുതാം, അങ്ങനെ എഴുതാം, ഇങ്ങനെ എഴുതാം, ആ പ്രാസം വേണമെന്നില്ല, എന്താ ആര് പറഞ്ഞങ്ങനെ എന്നുള്ളൊരു ചോദ്യം ചിലർ ചോദിക്കാറുണ്ട്. എല്ലാ സാഹിത്യ മേഖലയിലും ആ ഇങ്ങനെയുള്ള മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഉണ്ട്. അപ്പോൾ അതേപോലെ മാപ്പിളപ്പാട്ടിലും വന്നുകൂടെ? മാപ്പിളപ്പാട്ട് ഉണ്ടായിക്കോട്ടെ, എന്നിട്ട് മാപ്പിളപ്പാട്ട് നശിച്ചോട്ടെ, അത്രേ എനിക്ക് പറയാനുള്ളൂ. അതുണ്ടാവില്ല, പിന്നെ മാപ്പിളപ്പാട്ട് ഉണ്ടാവില്ല. അലിമാഷ് ആ നിരവധി ഗാനങ്ങൾ രചിച്ചിട്ടുണ്ട്, പാടിയിട്ടുണ്ട്. അകക്കണ്ണിൻ്റെ വെളിച്ചത്തിലാണ് ഈ ഗാനങ്ങൾ എഴുതിയത് എന്ന് പറഞ്ഞു. കാഴ്ചശക്തി പൂർണ്ണമായും ഇല്ലാത്ത അവസ്ഥയിലാണോ ഇപ്പോൾ അലിമാഷ് ഉള്ളത്? അതിനെപ്പറ്റി അലിമാഷ് ഒരു ഗാനം രചിച്ചിട്ടുണ്ടല്ലോ, എന്താണത്? കാഴ്ചക്കുറവ് എനിക്ക് ജന്മനാ ഉള്ള ഒരു അവസ്ഥയാണ്. പക്ഷെ അന്നൊക്കെ കാര്യങ്ങളൊക്കെ ഭംഗിയായി നടക്കുന്ന രൂപത്തിൽ കാണുമായിരുന്നു. ഞാൻ സ്കൂൾ അധ്യാപകനാണ്, 56 വയസ്സ് വരെ ജോലി ചെയ്തിട്ടുണ്ട്. അന്നൊന്നൊരു പ്രശ്നവുമില്ല. അതിന് ശേഷം ആണ് എനിക്ക് കാഴ്ച മങ്ങിത്തുടങ്ങി. അങ്ങനെ എൻ്റെ ഒരു അനുജനുണ്ട്, മൊയ്തു, മരിച്ചുപോയി. അവന് കാഴ്ചക്കുറവുണ്ടായിരുന്നു, എന്നെപ്പോലെ തന്നെ. അവനൊരു ദിവസം മംഗലാപുരത്ത് മറ്റേ കസ്തൂർബ മെഡിക്കൽ കോളേജില്ലേ, എന്തൊരു പേരില്ലേ, എന്തെന്നിപ്പം പറയാ, കണ്ണാശുപത്രി. ഓ കസ്തൂർബ. പിന്നെ കസ്തൂർബ. അവിടെ പോയി കാണിച്ചപ്പോൾ ഓന് ഒരുപാട് മാറ്റം വന്ന് കാഴ്ചക്ക്. അപ്പം മടങ്ങി വന്നിട്ട് എന്നോട് പറഞ്ഞു, അല്ലിക്ക നമുക്കും പോകണം, നിർബന്ധമായിട്ട് പോകണം, നിങ്ങൾ പോരണം, ഞാൻ കൊണ്ടുവരും, ഞാൻ പോരും, നമുക്ക് എപ്പോൾ പോകുന്നതെന്ന് ചോദിച്ചു. അങ്ങനെ ഒരു ദിവസം തീരുമാനിച്ച് ഞങ്ങളങ്ങ് പോയി. ഞാനും ഓനും ഓൻ്റെ ഭാര്യയും എൻ്റെ ഒരു മരുവനും എല്ലാം കൂടി 4 ആൾ ഉള്ളൊരു സംഘം പോയി. നല്ല പ്രതീക്ഷയോട് കൂടിയാണ് പോകുന്നത്. മൊയ്തുവിൻ്റെത് സുഖമല്ലോ, അതുകൊണ്ട് എൻ്റെതും അങ്ങ് സുഖമായിരിക്കും എന്ന പ്രതീക്ഷയിലാണ് പോകുന്നത്. അങ്ങനെ ഞാൻ പോയി കാണിച്ച്. ഒരു ദിവസം വൈകുന്നേരം അവിടെ എത്തിയെന്ന് 1-2 ഡോക്ടർമാർ നോക്കി. നാളെ മരുന്നിട്ടിച്ചിട്ട് ഒന്നും കൂടി നോക്കണമെന്നെല്ലാം പറഞ്ഞ് വിട്ട്. അങ്ങനെ പിറ്റേ ദിവസം മരുന്നെല്ലാം ഇട്ടിച്ചിട്ട് വീണ്ടും നോക്കി. അതിനെല്ലാ നോട്ടവും കഴിഞ്ഞിട്ട് അവസാനം പറഞ്ഞ്, പിന്നെ ഒരു മെയിൻ ഡോക്ടറുണ്ട്, ഒരു ലേഡിയാ, ആ ഡോക്ടറൊന്ന് കാണിച്ചെടിയാന്ന് പറഞ്ഞ്. അങ്ങനെ ആ ഡോക്ടറെ അടുത്ത് പോയി. ആ ഡോക്ടർ പരിശോധിച്ചിട്ട് പറഞ്ഞ്, നിങ്ങൾക്ക് കാഴ്ച തിരിച്ചു കിട്ടില്ല, നിങ്ങളുടെ കണ്ണിൻ്റെ ഞരമ്പ് നഷ്ടപ്പെട്ടിരിക്കുന്നു, വീക്കായിരിക്കുന്നു, അതുകൊണ്ട് എനിക്ക് കാണില്ല. അലിമാഷക്ക് കാഴ്ച ഇനി തിരിച്ചു കിട്ടില്ല എന്നുള്ള അറിവാണ് ഡോക്ടർ പറഞ്ഞത്. അതങ്ങനെ ഡോക്ടർ ആ കാര്യം തുറന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ചെറിയൊരു പ്രയാസം ഉണ്ടായി മാനസികമായിട്ട്. നല്ല പ്രതീക്ഷയോട് കൂടിയാണല്ലോ ഞാൻ വന്നത്, അത് നഷ്ടപ്പെട്ടല്ലോ എന്നുള്ളൊരു തോന്നലുണ്ടായി. അങ്ങനെ ഏതായാലും നമ്മൾ പോയി കളിയാന്ന് പറഞ്ഞു. അങ്ങനെ ഡോക്ടർ പറഞ്ഞ് 6 മാസം കഴിയുമ്പോൾ ഇവിടെ വന്നാൽ ഈ ഉള്ള കാഴ്ച നിലനിർത്താനുള്ള മരുന്ന് തരും എന്നെല്ലാം പറഞ്ഞ് അങ്ങനെയാണ് ഇങ്ങ് പോകുന്ന ട്രെയിനിൽ കയറി തലശ്ശേരി വന്ന് ഇറങ്ങണം, എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് പോരണം. അപ്പം തലശ്ശേരിക്ക് ട്രെയിന് കയറിയപ്പോൾ എൻ്റെ മനസ്സിൽ ഇത് തന്നെയാണ് ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു കളഞ്ഞ്. അപ്പോൾ ഞാൻ ഡോക്ടറോട് എന്ന നിലക്ക് ചില ചോദ്യങ്ങൾ ചോദിച്ച്, കവിതയിലൂടെ ചോദ്യം. കാണുകില്ലേ ഞാനിനി മനോഹരമീ ലോകം, കൽവകം പൂകഞ്ഞു പൊള്ളാൻ വേറെ വേണോ ശോകം, കണ്ണു നീരൊഴുക്കുന്നില്ല ഗാനാലാപം, കേട്ട് ഞെട്ടിയിടേണ്ട കേൾപ്പിക്കില്ല ഞാൻ വീലാപം, ആണൊരുത്തൻ ഞാനിതൊന്ന് മാത്രമെൻ കുടുംബം, ആശ്രയിച്ചിടുന്നു മറ്റൊന്നില്ലവർക്കാലംബം.
വേണമായിരുന്നൊരൽപ്പം കൂടിയ പ്രകാശം വേദനിക്കുമെൻ മനസ്സിനേകുവാനാശ്വാസം. അള്ളാഹു നൽകിയ ആ അപാരമായ അനുഗ്രഹം അവൻ തിരിച്ചെടുത്തു. ആ അപ്പോൾ അലി മാഷ് അതൊരു കവിതയിലൂടെയാണ് പ്രതികരിച്ചത്. അങ്ങനെ അന്ധനും മൂടന്തനും സർക്കാർ നൽകും ദാനം ആശ്രയിക്കാൻ അത്രമാത്രം മാറുകില്ലെന്തീനം. ഉന്തുവണ്ടിയിൽ ഒരു ചുറ്റുവാൻ വിധിച്ചിടല്ലേ ഉള്ളറിയും തമ്പുരാനെ കൈവെടിഞ്ഞിടല്ലേ എന്നൊക്കെയുള്ള കുറേ വരികളായിരുന്നു. അങ്ങനെ തലശ്ശേരി എത്തുന്നതിൻ്റെ മുമ്പായിട്ട് ഞാനത് എഴുതി തീർത്ത്. തലശ്ശേരി എത്തി ഞങ്ങൾ ഒരു ഹോട്ടലിൽ ചായ കഴിക്കാൻ കയറി. ആ കാര്യം അപ്പം ഞങ്ങൾ 4 ആൾ ഒരു റൂമിലായിരിക്കുന്നത്. ഞാൻ പറഞ്ഞു നിങ്ങൾക്കൊന്ന് കാണണമെന്ന് ചോദിച്ചിട്ട് ഈ പാട്ടങ്ങ് എടുത്തു കൊടുത്ത്. അപ്പം ഇതൊന്ന് നോക്കിയിട്ട് 4 ആളും കരച്ചിലാവിനെ തുടങ്ങി. 4 ആളും കരഞ്ഞ്. ഞാൻ പറഞ്ഞു നിങ്ങളെ കരയിക്കാനുണ്ട്, അതിൽ തന്നെ പറയുന്നുണ്ട് കരയണ്ട, ഞങ്ങൾക്ക് കരയുന്നില്ല, നിങ്ങളും കരയണ്ടെന്ന് അതിൽ പാട്ടിൽ തന്നെ പറയുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ കരയിക്കാനൊന്നല്ല ഞാൻ എന്നുള്ള പറഞ്ഞ് സമാധാനിപ്പിച്ച്. അതാണ് ആ പാട്ടിൻ്റെ കഥ. യവന കഥകളിലെ ആചാര്യനായ ഹോമർ അന്ധനായിരുന്നു. അദ്ദേഹത്തിൻ്റെ മഹത്തായ കൃതികൾ, ഗ്രീക്ക് കഥകൾ നമ്മൾ ഇന്നും വായിക്കാറുണ്ട്. കുറ്റ്യാടിയുടെ ഹോമറാണ് അലി കണ്ണോത്ത്. അദ്ദേഹം വിരിയിച്ച അതിമനോഹരമായ മാപ്പിളപ്പാട്ടുകൾ, ഗാനങ്ങൾ ഇന്നും പലരുടെയും മനസ്സുകളിലും ചുണ്ടുകളിലും തത്തിക്കളിക്കുകയാണ്. മലയാള ഭാഷയ്ക്ക് ഏറെ സംഭാവനകൾ നൽകിയ മാപ്പിള സാഹിത്യ ചരിത്രത്തിൽ അലിമാഷയുടെ പങ്ക് നിസ്തുലമാണ്.